പാലക്കാട് ജില്ലയിൽ ഒരാൾക്ക് കൂടി നിപ്പ രോഗബാധ എന്ന സംശയം ശക്തമായതോടെ അതീവ ജാഗ്രതയിലാണ് മണ്ണാർക്കാട് മേഖല. ജില്ലയിൽ നിലവിൽ നിപ്പ സ്ഥിരീകരിച്ചവരുടെ എണ്ണം 2 അതിൽ തച്ചനാട്ടുകര സ്വദേശിനി കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ചികിത്സയിൽ തുടരുകയാണ്. നിലവിൽ പാലക്കാട് ഗവൺമെന്റ് മെഡിക്കൽ കോളേജിൽ 7 പേർ ഐസൊലേഷനിൽ കഴിയുന്നുണ്ട്. ജി പ്രസാദ് കുമാർ വിവരങ്ങളുമായി ചേരുന്നു. പ്രസാദ് കുമാർ, നിപ്പ ഭീതി വിതയ്ക്കുന്നുണ്ട് ആ നാട്ടിൽ. ഈ ഐസൊലേഷനിൽ കഴിയുന്നവരുടെയൊക്കെ ടെസ്റ്റ് റിസൾട്ട് എന്നാണ് പുറത്തു വരിക? ഇതുമായി ബന്ധപ്പെട്ട വിശദവിവരങ്ങൾ എന്താണ്? ജാഗ്രതാ നിർദ്ദേശങ്ങൾ എന്തൊക്കെയാണ്? മോത്തി ആശങ്കപ്പെടേണ്ട സാഹചര്യം ഇല്ല എന്നാണ് ഇപ്പോൾ ജില്ലാ ഭരണകൂടം പറയുന്നത്. കാരണം ഇന്നലെ ഒരാൾ കൂടെ നിപ്പ മഞ്ചേരി മെഡിക്കൽ കോളേജിൽ പരിശോധനയാണ് സ്ഥിരീകരിച്ചത്. ഇനി വീണ്ടും അത് പൂനെ വൈറോളജി ഇൻസ്റ്റിറ്റ്യൂട്ടിലേക്ക് സ്രവം അയച്ചിട്ടുണ്ട്. അതിൻ്റെ ഫലം കൂടെ വന്നാൽ മാത്രമേ അദ്ദേഹത്തിന് നിപ്പ ഉണ്ട് എന്ന് ഔദ്യോഗിക സ്ഥിരീകരണം വരികയുള്ളൂ. നേരത്തെ നിപ്പ ബാധിച്ച് മരിച്ച വയോധികൻ്റെ മകനാണ് 32-കാരൻ. ആ ആളാണ് ഈ വയോധികൻ ആശുപത്രിയിൽ ചികിത്സയിലിരിക്കുകയല്ല കൂട്ടിരുന്ന് നേരത്തെ പാലക്കാട് മെഡിക്കൽ കോളേജിലായിരുന്നു. ഇങ്ങനെ മഞ്ചേരി മെഡിക്കൽ കോളേജിൽ നിന്ന് ഈ അദ്ദേഹത്തിന് കൂടി രോഗം സ്ഥിരീകരിച്ചു അദ്ദേഹത്തെ കോഴിക്കോട് മെഡിക്കൽ കോളേജിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇപ്പോൾ നിലവിൽ ഐസൊലേഷനിലും അല്ലെങ്കിൽ സമ്പർക്കത്തിലുള്ള ആരുടെയും ആരോഗ്യനിലയിൽ പ്രശ്നങ്ങളൊന്നുമില്ല. പക്ഷേ കേരളത്തിൽ നിന്ന് ഇത്തരം വാർത്തകൾ വന്നതോടെ തമിഴ്നാട് ജാഗ്രത തുടങ്ങി. നമുക്കിവിടെ കാണാൻ ഈ തമിഴിലെ ബോർഡ്, ഞാൻ വാളയാർ ചെക്ക് പോസ്റ്റാണുള്ളത്. തമിഴ്നാട് ഇന്നലെ മുതൽ ഇവിടെ നിപ്പയുടെ പരിശോധന തുടങ്ങി. വാഹനങ്ങളിൽ വരുന്നവർക്ക് പനിയുണ്ടോ, അങ്ങനെ മറ്റ് ലക്ഷണങ്ങളുണ്ടോ എന്നുള്ള പരിശോധനയാണ് തുടങ്ങി. ഇന്നലെ